ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തേക്കായുള്ള നമ്മുടെ വായനാഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാർ 14 അധ്യായം 19 വാക്യം. പിന്നെ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പ് ഊരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവൻ്റെ കോപം ജ്വലിച്ചു. അവൻ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി. ശിംശോൻ ഇസ്രായേലിൻ്റെ ഒരു വലിയ വിമോചകൻ എന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രവർത്തനം ആ പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽപ്പിക്കുന്നതായിരുന്നു. ശക്തനിലും ജയവും പരാജയവും അടങ്ങിയിരിക്കുന്നു എന്ന ഗുണപാഠം ഈ ഭാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ വായനാ ഭാഗത്തു നിന്നും ശിംശോൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ജയവും പരാജയവും എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് കഥയിൽ ജയം സംഭവിക്കുന്നു. അന്യജാതിക്കാരായ സ്ത്രീകളെ ഇസ്രായേല്യർ വിവാഹം കഴിക്കരുതെന്ന് വ്യക്തമായ നിബന്ധന അന്ന് ഉണ്ടായിരുന്നു. എന്നിട്ടും ശിംശോൻ തിമ്നയിൽ ചെന്ന് ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ട് അവളെ വിവാഹം കഴിക്കുന്നതിന് മാതാപിതാക്കളുടെ അനുവാദം ആവശ്യപ്പെടുന്നു. അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതിനാൽ ശിംശോൻ ഫെലിസ്ത്യ സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കുന്നു. എന്നാൽ ഇത് ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരാലോചനയായിരുന്നു എന്ന് ശിംശോൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. ഫെലിസ്ത്യ പ്രദേശത്തേക്കുള്ള അവരുടെ യാത്ര ശിംശോൻ്റെ 3 നാസിർ വ്രതത്തിൽ 2 ലംഘിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. വീഞ്ഞോ മുന്തിരിവള്ളിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എന്തെങ്കിലും കുടിക്കുന്നതോ അശുദ്ധമായവ, അതായത് ശവശരീരവുമായി ബന്ധപ്പെട്ട് ഉള്ളത് കഴിക്കുന്നത് സംബന്ധിച്ചും അവയെ തൊടുന്നത് സംബന്ധിച്ചും ശിംശോൻ തൻ്റെ വ്രതം ലംഘിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ ശിംശോൻ്റെ ഈ അതിശയിപ്പിക്കുന്ന ജീവിതത്തിൽ ആദ്യ ഭാഗത്ത് ജയാളിയായി തീരുന്ന ഒരു ശിംശോനെയാണ് നമ്മൾ കാണുന്നത്. കാരണം അതുവരെയുള്ള തൻ്റെ ജീവിതത്തിലെ അനർത്ഥങ്ങളിലെല്ലാം യഹോവയുടെ ആത്മാവ് അവനെ ശക്തനാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ശിംശോൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ കഥയിൽ അദ്ദേഹത്തിന് ആദ്യം പൂർണ്ണ വിജയം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ ഭാഗത്ത് നിന്ന് രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തൻ്റെ കടം കഥയിൽ പരാജയം സംഭവിക്കുന്നു എന്നതാണ്. അക്കാലത്തെ ആചാരം അനുസരിച്ച് വിവാഹത്തിന് 7 ദിവസത്തെ ആഘോഷ പരിപാടികളാണ് ഉണ്ടായിരുന്നത്. മണവാളനോട് കൂടെ ഇരുപ്പാൻ 30 തോഴന്മാരെ കൂടെ മണവാട്ടിയുടെ ഭവനത്തിൽ ക്ഷണിച്ചിരുന്നു. അവരോട് ശിംശോൻ ഒരു കടങ്കഥ പറയുന്നു. ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും പുറപ്പെടുന്നു. എന്നാൽ ഈ കടങ്കഥയിൽ ശിംശോൻ വിജയിക്കുന്നുവെങ്കിലും ഈ കടങ്കഥയുടെ അവസാനം തൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ആദ്യ ചവിട്ടുപടിയായിട്ട് തീരുന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും എല്ലാം പ്രധാനമാണെന്ന് നമുക്ക് അറിയാമെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ അനർത്ഥത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നാൽ അത് അവസാനം നമ്മെ നിത്യശിക്ഷാവിധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും എന്നതാണ്. അതിനാൽ ശക്തനായ ഈ മനുഷ്യൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ജയവും പരാജയവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവത്തോട് ചേർന്ന് ദൈവഹിതത്തിന് അനുസരിച്ച് അവയൊക്കെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും വിജയവും പരാജയവും ഒക്കെ ഉണ്ടല്ലോ. എന്നാൽ ഈ ഓരോ അനുഭവങ്ങളെയും ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അങ്ങയോട് ചേർന്ന് തരണം ചെയ്യുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.